അന്വേഷണത്തിനായി ഈ മണ്ണിനടിയിൽ മനുഷ്യൻ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ കഴിയുന്ന കടാവർ നായകളൊക്കെ ഈ സംവിധാനത്തിൻ്റെയൊക്കെ ഭാഗമായി പല മണ്ണിടിച്ചിൽ കേന്ദ്രങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള നായകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ, അങ്ങനെ എന്തെങ്കിലും സംവിധാനം അവിടെ ആലോചിച്ചിട്ടുണ്ടോ? അടുത്ത ദിവസമെങ്കിലും അവർ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമോ? ഈ പുഴയോരത്തൊക്കെ അങ്ങനെയുള്ള നായകളെ കൊണ്ടുവന്നുള്ള പരിശോധന, അങ്ങനെ എന്തെങ്കിലും അവർ ആലോചിക്കുന്നുണ്ടോ ജിതിൻ? ഇവരൊന്നും പറയുന്നു നാളെ അവരും വലിയ ബുൾഡോസർ കൊണ്ട് മണ്ണെടുക്കുന്നാണ് ഇപ്പൊ ലാസ്റ്റിലെ നിഗമനം. പുഴയോരത്തെ മണ്ണ് ബുൾഡോസർ വെച്ച് നീക്കും, അങ്ങനെയാണ് കേട്ടത്. അല്ലാതെ ഇവിടെ ഇപ്പൊ എന്താ ഇന്നത്തെ അവസ്ഥ നമ്മളെന്ത് സജസ്റ്റ് ചെയ്യുന്ന ആ ചെയ്തു കൊടുക്കാന്നുള്ള രീതി വരെ ആയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ പറയുന്നു, അവർ ചെയ്യുന്നു, അല്ലാതെ അവർക്ക് ഇതേക്കുറിച്ചൊന്നും അറിയില്ല. കൺസെപ്റ്റ് വരെ എത്തിയിരുന്നു. ജിതിൻ, നമ്മളൊക്കെ സാധാരണ മനുഷ്യരല്ലേ, ഈ സാങ്കേതിക പരിജ്ഞാനമുള്ള ആളുകളൊക്കെയാണല്ലോ ഈ സംവിധാനങ്ങളിൽ വേണ്ടത്. നമ്മള് എന്താണ് വേണം, ഇവിടുത്തെ അവസ്ഥ അങ്ങനെയാണ്. നമ്മുടെ ഇവിടുത്തെ നാട്ടിലുള്ള ഉദ്യോഗസ്ഥരും അവരും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ ഇവർക്ക് സ്വന്തമായിട്ട് ഒരു ഞാൻ ആദ്യം പറഞ്ഞില്ലേ മാഡം, ഇവിടെ റെസ്ക്യൂ എന്താണെന്ന് ഇവർക്ക് അറിയില്ല. പിന്നെ പറയാം NDRFന് അവരെ കൊണ്ട് ഇത് അവർക്ക് ചെയ്യാൻ ഇപ്പൊ ഇത്രയെങ്കിലും പറ്റിയത് ഈ പൊളിറ്റിക്കൽ പ്രഷറൊക്കെ ഉണ്ടായതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയതിന്. ഇവിടെ ഏതോ ഒരു ജിയോളജിക്കൽ സർവേയുടെ ആള് എന്ന് പറഞ്ഞു പോലും അവിടെ മണ്ണെടുത്താൽ അത് മൊത്തം ഇളകും. അതുകൊണ്ടാണ് ഇത് നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്തിരുന്നെങ്കിൽ ഈ പ്രതീക്ഷ അസ്തമിച്ചിരുന്നെങ്കിൽ അടുത്ത പ്രതീക്ഷയിലേക്ക് നമുക്ക് പോകാമായിരുന്നു. മനസ്സിലായില്ലേ? നമ്മൾ ആദ്യത്തെ 3-4 ദിവസം വെറുതെ പോയി ഒരു പണി, ഒരു റെസ്ക്യൂ എന്നുള്ള പ്രോഗ്രസ് ഒന്നും നടക്കാതെ ആദ്യത്തെ 3-4 ദിവസം അങ്ങനെ പോയി വെറുതെ. ജിതിൻ, അതായത് ആദ്യത്തെ ദിവസങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു, തെരച്ചിൽ ഉടനെ നടത്തേണ്ടതായിരുന്നു. പുഴയോരത്തൊക്കെ ഈ സംസ്ഥാന ദുരന്ത നിവാരണ സേന അന്ന് തന്നെ ആ മണിക്കൂറിൽ തന്നെ പരിശോധന നടത്തിയതാണ്. പുഴയിലൂടെയുള്ള തെരച്ചിൽ, ഈ ടാങ്കറൊക്കെ അവർ കണ്ടെടുക്കുന്നത് ഈ ഒഴുകിപ്പോയതിൻ്റെ 7 കിലോമീറ്റർ അത്രയും ദൂരത്ത് നിന്ന് തന്നെ അവർക്കതൊക്കെ കരക്കടുപ്പിക്കാൻ കഴിഞ്ഞു. അവിടെയൊക്കെ ആ HP കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുണ്ടായി, പെട്ടെന്ന് കാര്യം നടന്നു. ഇവിടെ അർജുന് വേണ്ടി ഇടപെടാൻ 3-4 ദിവസം എടുത്തു, അല്ലേ ജിതിൻ? തീർച്ചയായിട്ടും അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ലോറി ഡ്രൈവർ അല്ലേ, സാധാരണക്കാരനല്ലേ, അത്രയേ അവർ വിചാരിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷെ മലയാളികളുടെ ഐക്യം അവർക്ക് ഇപ്പോഴായിരിക്കും മനസ്സിലായിട്ടുണ്ടാവും. മനുഷ്യൻ എന്നുള്ള ആ ഒരു വാക്കിന്റെ അർത്ഥമൊന്നും അറിയാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവരിങ്ങനെയൊക്കെ ചെയ്തത്. നമ്മൾ പൂർണ്ണമായും ഈ സംവിധാനങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, എങ്കിൽ പോലും ജിതിൻ, ആ ഒരു നമ്മുടെ ഒരു വിഷമം കൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞു പോകുന്നത്. അതുപോലും പലർക്കും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അല്ലാതെ പ്രതികരിക്കുന്ന ആളുകളുമുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമല്ലോ നമ്മൾ ഈ വിഷയത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ ശ്രമിച്ചത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചതെന്ന്. ദയനീയമായ തന്നെ കാര്യം, മാധ്യമ സുഹൃത്തുക്കളുടെ സപ്പോർട്ടും ഞങ്ങൾക്ക് കുടുംബത്തിനും വളരെ തുണയായിട്ടുണ്ട്. അതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. ഇനി അവിടെ കടപ്പാട് ഞങ്ങൾക്ക് ഉണ്ടാകും. ജിതിൻ, അവിടെ ഇനി നടത്താൻ പോകുന്ന തെരച്ചിൽ, അതിൽ അർജുനെ മാത്രം കണ്ടെത്താനുള്ള തെരച്ചിലാണ് ഇപ്പോൾ ഈ സമ്മർദ്ദത്തിന്റെ ഫലമായി നടത്തുന്നത്. ജിതിൻ അവിടെ നേരിട്ട് കണ്ടു കാണുമല്ലോ. അവിടെ ഒരു തമിഴ്നാട് സ്വദേശി, അതുപോലെ തന്നെ അവിടെ തന്നെയുള്ള പുഴക്കരയിൽ താമസിച്ചിരുന്ന ഒരു വീട്ടമ്മ, ഇവരെയൊക്കെ കാണാനില്ല എന്ന കുടുംബങ്ങൾ വന്ന് കണ്ണീരോടെ പറയുമ്പോൾ അവരെയൊക്കെ ആട്ടി അകറ്റുകയാണ് അവിടെയുള്ള സംവിധാനങ്ങൾ. ജിതിൻ നേരിട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ, അല്ലേ? അതെല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ കാര്യം വളരെ ദയനീയമാണ്. എന്താണെന്ന് അവരൊന്ന് ഉള്ളിലേക്ക് പോലും കടത്തി, നമ്മളെയൊക്കെ ഇത്രയും പ്രഷർ ഉണ്ടായതുകൊണ്ട് ഉള്ളിലെങ്കിലും കടത്തി, എന്തൊക്കെ കാര്യം അവരൊന്ന് ഉള്ളിലേക്ക് പോലും ഇതുവരെ കടത്തി വിട്ടിട്ടില്ല. അവരും മനുഷ്യരാണ്, അവരുടെ വീട്ടിലുണ്ടായിരുന്ന ആളുകളെയാണ് കാണാതായത്. അപ്പോൾ അവർക്ക് കൊടുക്കാനും ഒരു മറുപടിയും ഇല്ലായല്ലോ ഇവർക്ക്. അവർക്കായുള്ള തെരച്ചിലെങ്കിലും അവിടെ നടക്കുന്നുണ്ട്. അർജുനായുള്ള തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നത് നമ്മളിവിടെ വിജിലൻ്റായി നിൽക്കുന്നത് കൊണ്ട് നേരിട്ട് കാണാൻ കഴിയുന്നുണ്ട്. മറ്റുള്ള ആളുകൾക്കായുള്ള തെരച്ചിൽ എന്തെങ്കിലും അവിടെ നടക്കുന്നുണ്ടോ ജിതിൻ? അങ്ങനത്തെ ഒരു തെരച്ചിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എന്തെങ്കിലും ബോഡി കിട്ടുകയാണെങ്കിൽ ഓക്കെ, അത് അവർക്ക് എടുത്തു കൊടുക്കും. അല്ലാതെ ഒരു തെരച്ചിലൊന്നും അവർക്ക് വേണ്ടിയൊരു തെരച്ചിലൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ സമ്മർദ്ദം ചെലുത്തിയില്ലായിരുന്നെങ്കിൽ ജിതിന് തോന്നുന്നുണ്ടോ അവർ ഇത്രയും ദിവസം തിരയുമായിരുന്നെന്ന്? അവർ ആ റോഡ് ക്ലിയർ ചെയ്തിട്ടങ്ങ് അവസാനിപ്പിക്കില്ലായിരുന്നോ? തീർച്ചയായിട്ടും അതിലെന്ത് 100% ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ് അതുണ്ടാവുകയുള്ളൂ. അവിടെ വന്ന രാഷ്ട്രീയ നേതാക്കൾ, ഉന്നത ഉദ്യോഗസ്ഥർ, അവരൊക്കെ നിങ്ങൾക്ക് നൽകിയ ഉറപ്പുകളുണ്ടല്ലോ. ഇപ്പോഴെന്താണ് അവർ പറയുന്നത്? ഇപ്പോൾ സൈന്യം ഇന്നത്തെ തെരച്ചിലും അവസാനിപ്പിക്കുകയാണ്. നാളെ മുതലുള്ള തെരച്ചിൽ ഈ ബുൾഡോസർ കൊണ്ടുവന്ന് പുഴയോരത്തെ മണ്ണ് നീക്കും എന്നുള്ളത് മാത്രമാണോ നിങ്ങളെ അറിയിച്ചിരിക്കുന്നത്?
പിന്നെ മേജർ സാറിന്റെ അടുത്ത് നിന്ന് അറിയാൻ പറ്റിയത് അവരൊരു നേവിയുടെ ഒരു ടീം സ്കൂബ ഡൈവിങ്ങിന് വരുന്നുണ്ട്. ഒരു ടീം ഉണ്ടാവുമെന്നാണ് ഞാൻ അറിയാൻ പറ്റിയത്. അവരപ്പോൾ നാളെ നദിയിൽ പരിശോധന നടത്തുമോ? നാളെ നദിയിൽ പരിശോധന നടത്തുമെന്നാണ് പറയുന്നത്. ജിതിൻ, നമുക്ക് കാത്തിരിക്കാം, നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. അതല്ലാതെ നമ്മൾ ഇനി എന്താണ് ചെയ്യുക ജിതിൻ? അതെ അതെ, തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം. ജിതിൻ, അവിടെ നിന്ന് ഈ തെരച്ചിൽ പൂർത്തിയാകുന്ന ഘട്ടം വരെ അവിടെ തുടരാൻ തന്നെയല്ലേ തീരുമാനിച്ചിരിക്കുന്നത്? നമുക്ക് വേണ്ടത് നമ്മുടെ അർജുനെയാണ്. അതെ അതെ, അർജുൻ ഇല്ലാണ്ട് അങ്ങോട്ടൊരു മടക്കം സാധ്യമല്ല. അത് അവിടെയുള്ള ജില്ലാ കളക്ടറോടും ഒക്കെ അറിയിച്ചില്ലേ? നമുക്ക് അർജുനെ കണ്ടെത്തണം. നോക്കൂ, ജില്ലാ കളക്ടർ അവരോടൊപ്പം നമുക്ക് അങ്ങനെ ഒരു സംസാരിക്കാനല്ല. ഇപ്പൊ ആകുള്ള നമ്മുടെ സാധ്യത ഇവിടുത്തെ MLA തന്നെ. ഇവിടുത്തെ MLAന്റെ ഒരു കാര്യം കൊണ്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പം നടക്കുന്നത്. പോലീസും സംവിധാനമൊക്കെ ഒരുവിധം നമ്മളെ ആക്ടിവിറ്റി തുടങ്ങിയിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് MLA ഉണ്ടായത് കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അവിടെ ഈ രക്ഷാപ്രവർത്തനത്തിനായി എന്റെ മുക്കം ആ സംഘടനയൊക്കെ വന്നിരുന്നു. അവർ നദിയിലിറങ്ങാൻ തയ്യാറാണെന്നും പറഞ്ഞിരുന്നു. അവിടെ എന്താണ് പിന്നെ നടന്നത്? അവര് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം റിസ്കിലോ ഒന്നും ഇറങ്ങാൻ പറ്റില്ല, കളക്ടറുടെ അനുമതി ഇല്ലാതെ നിങ്ങൾക്ക് ഇവിടേക്ക് പ്രവേശനം ഇല്ലാതാണ് അവരോട് തീർത്ത് പറഞ്ഞത്. അപ്പോൾ MLA ആദ്യം പറഞ്ഞത് നിങ്ങളത് എല്ലാവരും അഡ്രസ്സ് എഴുതിയിട്ട് കടലാസിൽ കൊടുത്തിട്ട് അവർക്ക് നമ്മുടെ കളക്ടറേറ്റിൽ നിന്ന് അവിടുത്തെ കളക്ടറിൽ അയച്ചാൽ അഗ്രി ചെയ്യാമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പം അസിസ്റ്റന്റ് SP എന്ന് പറഞ്ഞത് അത് നടക്കില്ല, അങ്ങനത്തെ നിർദ്ദേശം കിട്ടിയിട്ടില്ല. നിങ്ങൾ കളക്ടർ ഓഫീസിൽ പോയിട്ട് കളക്ടറെ നേരിട്ട് കണ്ടിട്ട് നിങ്ങൾ അനുമതി മേടിച്ച് തുടങ്ങിക്കോളുന്നാണ് പറഞ്ഞത്. ജിതിനി, പെട്ടിമുടിയിലൊക്കെ ഈ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ അവിടെ കേരള പോലീസിന്റെ നായകളാണ് ഇറങ്ങിയത്. അവിടെ മായയും ഡോണയും, ഈ 2 നായകളാണ് അവിടെ ഏറ്റവും കൂടുതൽ പരിശോധന നടത്തിയത്. അങ്ങനെയുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും ഉപയോഗിക്കുന്നതിനെ കുറിച്ച് അവരവിടെ ആലോചിച്ചിരുന്നോ? നിങ്ങൾ അങ്ങനെയുള്ള ഒരു സജഷൻ കൂടി മുന്നോട്ട് വയ്ക്കും. ഇപ്പോൾ നമ്മൾ പറയുന്നത് അനുസരിച്ചാണ് തെരച്ചിൽ നടക്കുന്നതെങ്കിൽ നമുക്ക് എല്ലാ രീതിയിലും തിരയാം ജിതിൻ. നമുക്ക് പ്രതീക്ഷ നശിപ്പിക്കുന്ന തരത്തിലാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളെങ്കിലും നമുക്ക് കൃത്യമായി ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യാം. കാരണം നമുക്ക് വേണ്ടത് അർജുനെയാണ്. അർജുൻ തിരികെ വരിക എന്നുള്ളതാണ്, അർജുനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരു ഉത്തരമില്ലാതെ തിരിച്ച് ജിതിന് അമ്മയുടെ മുന്നിൽ പോയി നിൽക്കാൻ കഴിയില്ല. നമ്മളെല്ലാവരും ആ ഒരു ബുദ്ധിമുട്ട് ഉൾക്കൊണ്ടു തന്നെയാണ് സംസാരിക്കുന്നത്. ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ ഈ കഡാവർ ഡോഗ്സിനെ ഇറക്കുന്ന കാര്യത്തിലായാലും കേരള പോലീസൊക്കെ അങ്ങനെയുള്ള സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. കർണാടകയ്ക്കും അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാകില്ലേ ജിതിൻ? ഉണ്ടാവും. ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് മേഡത്തിന് മനസ്സിലായി കാണും കരുതുന്നു. ഇനിയിപ്പോ നമ്മളതൊരു സംസാരിച്ചിട്ട് നമ്മളതിനൊരു വിവാദം ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞില്ല.